സംസ്ഥയ്ക്കും അടക്കമുള്ള സംഘടനകൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഏത് നഗരത്തിലും എന്ത് തരം പ്രകടനവും പ്രവർത്തനവും നടത്താൻ അനുവാദം നൽകി ഇന്ത്യയുടെ ഒറ്റ സംഭവം പോലും ഈ രാജ്യത്തിന്റെ പൊതുവായ നയത്തിനെതിരായി ഒരൊറ്റ സംഭവം പോലും നടത്തിയിട്ടില്ലാത്ത, ഒന്ന് പ്രതികരിക്കാത്ത, ഒന്ന് ശബ്ദിക്കാത്ത സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കെതിരായി ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അടിച്ചമർത്താനുള്ള ഭരണകൂടത്തിന്റെ തന്ത്രം മാത്രമാണ് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭരണാധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കേഡർമാരായ ആളുകൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ കണ്ട് ഭയന്ന് പിന്മാറുന്നവരല്ല. ഈ പാർട്ടിക്ക് അംഗത്വം നൽകുമ്പോൾ ഞങ്ങൾ ഒരൊറ്റ വിഷയം മാത്രമാണ് മാനദണ്ഡമായി നൽകാറുള്ളത്. ഈ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഒന്നല്ല 50 കേസ് വന്നാൽ ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് ഭരണാധികാരികൾ തിരിച്ചറിയുന്നത് നന്നായിരിക്കും. മാത്രമല്ല, ഇവിടെ ആരാണ് ഭയപ്പെട്ടിരിക്കുന്നത്? കേവലം ഒരു കരിങ്കൊടി കേസിൽ നിങ്ങൾ ഇത്ര വിരണ്ട്, നിങ്ങൾ ഭയന്ന് വിറച്ച് വശായി എങ്കിൽ കടന്നു വരാൻ പോകുന്ന ഈ സഹോദരന്മാർക്കെതിരെ അടിച്ചേൽപ്പിച്ച കള്ളക്കേസ് പിൻവലിക്കാതെ വന്നാൽ കടന്നു വരാൻ പോകുന്ന കരിങ്കൊടിയല്ല, കരിദിനങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടുമെന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് സംശയം. അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. രാജ്യത്തെ SDPIക്കാർ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് നീതി കൊണ്ട് സംവിധാനം ചെയ്യുന്ന, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന മുഴുവൻ ന്യായമായ പ്രതിഷേധങ്ങൾ അംഗീകരിക്കുവാനുള്ള മനസ്സ് കാണിക്കാത്ത ഒരു ഭരണകൂടത്തെയും ഞങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികളായി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ മനസ്സില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഒരു കരിങ്കൊടി കേസ് കൊണ്ട് അവസാനിക്കുന്ന കേവലം നാമമാത്രം പ്രസിദ്ധ പൊതുവായ നന്മയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒട്ടേറെ ത്യാഗസമരങ്ങൾ ചെയ്ത, ഇന്ത്യ രാജ്യത്തെ ദളിതുകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ആശ്വാസത്തിന്റെ അവകാശത്തിന്റെ ഒരിറ്റ് വെള്ളം നൽകുവാൻ കഴിയാത്ത നിങ്ങൾ എന്ന് പിന്മാറിയാൽ ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പൊതുവേദിയിൽ പോരാടാൻ ഒരു തലമുറ ഉണ്ടാവില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ രാജ്യത്തെ ഭരണകൂടത്തോട്, ഭരണകൂടത്തിന്റെ ഭീകര മർദ്ദനയന്ത്രങ്ങളോട് നേരിടുന്നത് എന്ന വസ്തുത ഈ രാജ്യത്തെ ഭരണാധികാരികൾ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ മാന്യമായ ഭാഷയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്, നിങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടത് കള്ളക്കേസാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് മാത്രമല്ല ഈ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കുമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ നയം പരിഗണിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് നയിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ വേളയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രമിച്ച മുഴുവൻ സുഹൃത്തുക്കൾക്കും